സുധീറെ, ഞാൻ ലാസ്റ്റ് ഡേയ്സ് ഓഫ് മാൻകൈൻഡ് വായിക്കാതെ മരിക്കുമല്ലോ. മരണത്തോട് അടുത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ, മുന്നിൽ മരണം മാത്രമുണ്ട് എന്ന് നിശ്ചയമുള്ള ഒരു വായനക്കാരൻ, അദ്ദേഹം അവസാനമായിട്ട് പറയുന്നത് ആ പുസ്തകം വായിക്കാതെ ഞാൻ മരിക്കുമല്ലോ. ഇത് എന്തുതരം ചിന്തയാണെന്ന് എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. ജെന്റിൽ മാഡ്നസ് എന്ന് പറയാറുണ്ട്. ജെന്റിൽ മാഡ്നസ് എന്നാണ് പുസ്തക ഭ്രാന്തിനെ പറയുന്നത്. പുസ്തകങ്ങൾക്ക് ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ എല്ലാ കാലത്തും കഴിയും. പ്രതിസന്ധിയിലൂടെ വളരുന്നവനാണ് മനുഷ്യൻ. അതാണ് അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത. ഒരു വായനക്കാരൻ സത്യത്തിൽ ചെയ്യുന്നത് മറ്റു വായനക്കാർ സൃഷ്ടിക്കുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പുസ്തകം എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രാഥമികമായ ഒരു മറ്റേതെങ്കിലും ഒരു ക്രിയ പോലെ, ഒരു കർമ്മം പോലെ, ഒരു പ്രവൃത്തി പോലെ സാധാരണത്വത്തിലേക്ക് വരികയും ആർക്കും എഴുതാവുന്ന ഒന്നാണ് പുസ്തകം എന്ന് വരികയും ചെയ്തിട്ടുണ്ട്. വലിയ പെൻഗിൻ്റെയൊക്കെ കാറ്റലോഗ് വരുമ്പം കൃഷ്ണനായർ സാറും ഞാനും കൂടി ഇങ്ങനെ ഇരുന്ന് നോക്കും. ഇതിൽ എഴുത്തുകാരെ അറിയില്ല, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ലോ. അപ്പോൾ ഇലിയാസ് കാനറ്റി, തിരക്കേടുണ്ടാവില്ല, പേര് കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ അത് ടിക്കടിച്ച് അത് വരുത്തുകയും ഇത് ലോകത്തിന് മൊത്തത്തിൽ നഷ്ടം. ഇൻഫർമേഷൻ്റെ ഒരു റെവല്യൂഷൻ വന്നതോടുകൂടി നമ്മൾ അതിൻ്റെ പുറകെയായി. നിർഭാഗ്യവശാൽ ഇൻഫർമേഷൻ സത്യമല്ല. ഇൻഫർമേഷൻ ഈസ് നോട്ട് ട്രൂത്ത്. സ്വതന്ത്രമായ വായന തീർച്ചയായിട്ടും സ്വതന്ത്ര ചിന്തയിലേക്കും പുരോഗമന ആശയങ്ങളിലേക്ക് എത്തിക്കും. അതിവിടെ സാധ്യമാവരുത് എന്ന് പറയുന്ന ഒരു നിർബന്ധത്തിൻ്റെ വഴക്കം, അത് ബോധപൂർവമായ ഒരു ഇടപെടലിൻ്റെ, ഒരുപക്ഷെ ഇന്ത്യയിലെ പുതിയ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. ചോദ്യം ചെയ്യുക, വിമർശിക്കുക, പുതിയത് കണ്ടെത്തുക, ഇതിനുള്ള തയ്യാറെടുപ്പാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ലൈബ്രറി ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നെഴുതാൻ കഴിയുന്ന ഒരാൾ പുസ്തകങ്ങളുമായി അത്ര ആത്മബന്ധം പുലർത്തുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളാണ് ഇന്ന് മാഡിസത്തിൻ്റെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നമ്മളോടൊപ്പമുള്ളത്. കോളമിസ്റ്റും വലിയ വായനക്കാരനുമായ എന്നീ സുധീർ. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പുസ്തകവുമായിട്ടാണ് പാർലമെൻറ്റിൽ വന്നത്. മുൻ കരസേനാ മേധാവി നരവണയുടെ 4 Stars of Destiny എന്ന് പറയുന്ന പുസ്തകം. അതായത് പ്രതിപക്ഷത്തിൻ്റെ ആയുധം ഒരു പുസ്തകമായി മാറിയ ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് ഒരു വലിയ വായനക്കാരനായ എന്നീ സുധീറിൻ്റെ രാജ്യസങ്കല്പം എന്ന് പറഞ്ഞ് നമുക്കിത് ആരംഭിക്കാം. അടിസ്ഥാനപരമായിട്ട് രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അതൊരു സാമൂഹികമായ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര മനുഷ്യരുടെ ഒരു ജീവിതം, കൂട്ടായ്മ സാധ്യമാകുന്നതിന് ഇത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് നിയന്ത്രിക്കപ്പെടേണ്ട ഒരു ജീവിയാണ്. അത് ഏതെങ്കിലും തരത്തിൽ സ്വയം നിയന്ത്രിതമാവുന്ന ഒന്നല്ല എന്ന് ചരിത്രത്തിൽ നിന്ന് മാനവരാശിയുടെ ഈ യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് മറ്റു ജീവജാലങ്ങളെല്ലാം തന്നെ അവർക്ക് തന്നെ അവരെ ജൈവികമായി സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ജീവജാലങ്ങളാണ്. ഇപ്പോൾ ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട്, സിംഹത്തിന് ശക്തിയുണ്ട്, അല്ലെങ്കിൽ കുതിരയ്ക്ക് വലിയ ഊർജ്ജമുണ്ട്, കൊമ്പുള്ള ഇതുണ്ട്, പാമ്പിന് വിഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ സർവൈവലിന് വേണ്ടി മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു അടിസ്ഥാന വിവരമുണ്ട്. ജൈവികമായ ഒരു ബയോളജിയാണത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ്റെ മുന്നിലുള്ള ഒരു മറ്റു ജീവജാലങ്ങളെ അതിജീവിക്കുകയും അല്ലെങ്കിൽ പ്രാപഞ്ചികമായ പ്രശ്നങ്ങളെ അതിജീവിക്കുകയും ചെയ്യുമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ശക്തി വേണമെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ ഇത് നേരിടാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യനാണ്. ജീവിവർഗമാണ് മനുഷ്യൻ. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സാമൂഹിക സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ സാംസ്കാരികമായ വളർച്ചക്കിടയിൽ വന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് രാഷ്ട്രത്തെ നമ്മൾ കാണേണ്ടത്. ഈ ഡെസ്റ്റിനി, പുസ്തകത്തിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്, ആ പുസ്തകത്തിൻ്റെ പേരിലൊരു ഡെസ്റ്റിനി ഉണ്ടല്ലോ, അതിൻ്റെ വിധി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും പലതരത്തിലുള്ള അധികാര കേന്ദ്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പുസ്തകത്തിൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കാൻ കാലത്തിന് പോലും കഴിയില്ല. വായനക്കാരൻ്റെ ഇപ്പോൾ നമ്മുടെ 2-ാം നൂറ്റാണ്ടിലൊരു പുസ്തകം, അല്ലെങ്കിൽ കാലത്ത് നിശ്ചയിക്കപ്പെടാത്ത ഏതോ കാലത്ത് എഴുതിയൊരു പുസ്തകം ഒരുപക്ഷെ ജോബിഷും ഞാനും ഒക്കെ വായിക്കുന്നുണ്ടാവും. അതിന് തടസ്സങ്ങളില്ലാത്തത് കൊണ്ടല്ല. പല കാലത്ത് പല അധികാരി വർഗ്ഗങ്ങൾ, പല സാമൂഹ്യ ക്രമങ്ങൾ അതിനെ നിശബ്ദമാക്കാനോ ഇല്ലാതാക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു വിധി പുസ്തകങ്ങൾക്കുണ്ട്. അത് നിർഭാഗ്യവശാൽ എല്ലാ കാലത്തെ രാഷ്ട്രീയ നേതൃത്വം അത് മറന്നു പോകുന്നുണ്ട്.
ഇവിടെയും അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഈ പുസ്തകം 2023 ആ പുസ്തകം അദ്ദേഹം എഴുതുന്നതെന്നും അത് ആ പുസ്തകം പബ്ലിഷർ അത് നിർമ്മിച്ചതിന് ശേഷം അതിനൊരു റൈറ്റ്സ് അനുവാദം വാങ്ങുക. അദ്ദേഹം സൈനികനായതുകൊണ്ട് സൈനികർക്ക് നിയമപരമായ ഒരു അനുവാദമാണ്. അങ്ങനെ അനുവാദത്തിന് വേണ്ടി ഗവൺമെൻറ്റിന് സമർപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നിർഭാഗ്യവശാൽ ആ അനുവാദം 2026 നിഷേധിക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ആ പുസ്തകമായിട്ട് നിൽക്കുന്നത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചോ എന്നുള്ള ചോദ്യമൊക്കെ വളരെ സാങ്കേതികമായൊരു കാര്യമാണ്. അദ്ദേഹം പുസ്തകം എഴുതി എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പ്രസാധകന് കൊടുത്തു എന്നും പ്രസാധകന് തയ്യാറാക്കി എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. അതിനകത്തെ വസ്തുതയോട് അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നത് സത്യമോ അസത്യമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് സ്വീകരിക്കാമോ സ്വീകരിക്കേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ 3 വർഷമായിട്ടും ഒരു ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ആ കഴിയാത്തത് ഒരു പക്ഷേ അതിലുള്ള കാര്യങ്ങൾ സത്യമാണ് എന്ന് പറയാതെ പറയുകയാണ് ഗവൺമെൻറ്. ആ ഒരു പ്രതിസന്ധിയാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. പുസ്തകങ്ങൾക്ക് ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ എല്ലാ കാലത്തും കഴിയും. ഈ പ്രതിസന്ധി സൃഷ്ടിക്കലിലൂടെയാണ് മനുഷ്യ സംസ്കാരങ്ങളിൽ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ട് പോക്കും ഉണ്ടാവുന്നത്. പ്രതിസന്ധിയിലൂടെ വളരുന്നവനാണ് മനുഷ്യൻ. അതാണ് അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത. ഇത് ഭൂപടത്തിലെ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഒരു മനോലോകമുണ്ട് മനുഷ്യന്, വായനയിലൂടെ സങ്കല്പിക്കുന്ന മനോലോകം. ആ മനോലോകത്ത് അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ലോകത്ത് പൗരത്വമുള്ള ആ പൗരത്വം നമ്മൾ ഒരു രാജ്യത്ത് പിറന്നു വീഴുന്നത് പോലെയല്ല, നാം സ്വയം ഏറ്റെടുക്കുന്നതാണ്. ഏതോ ഒരു വാക്യം നമ്മളെ ആഹ്ലാദിപ്പിച്ചതാകാം, ഏതെങ്കിലും മനുഷ്യനാവാം, ഏതെങ്കിലും ഒരു സന്ദർഭമാകാം. അങ്ങനെ പുസ്തകങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ജീവിക്കണം എന്നാലോചിച്ച ഒരു വായനക്കാരനുണ്ട്. അങ്ങനെ അത് എപ്പോഴാണ് ആ രാജ്യത്തേക്ക് പൗരത്വം എടുക്കാനുള്ള സന്ദർഭമുണ്ടായത്, ഓർമ്മിക്കുന്നുണ്ടോ? പുസ്തകങ്ങളുടെ രാജ്യത്തെ പൗരത്വം എന്ന് പറയുന്നത് ഒരു പൗരത്വമല്ല. നമ്മൾ വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളുണ്ട്, ജൈവികമായ പരിമിതികൾ. ആ പരിമിതിക്കകത്ത് നമുക്ക് ജീവിക്കാവുന്ന ഒരു ജീവിതമാണ്. പക്ഷെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ അയാൾ ഒരു വായനക്കാരനായി മാറുമ്പോൾ അയാളുടെ ജീവിതം അപരിമിതമായ ജീവിതമായി മാറും. വ്യത്യസ്തമായ എൻ്റെ വ്യക്തി എന്ന രീതിയിൽ എൻ്റെ റോളിനപ്പുറത്തേക്ക് എനിക്ക് മറ്റു പലതുമാകാനും മറ്റു പല ജീവിതങ്ങളും ഉൾക്കൊള്ളാനും കഴിയും. ഞാനൊരു ഡോക്ടറുടെ നോവൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെക്കുറിച്ചുള്ള നോവൽ വായിക്കുമ്പോൾ എനിക്കൊരു ഡോക്ടറുടെ ജീവിതം എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. വ്യക്തിപരമായിട്ട് എനിക്ക് ഡോക്ടറാവാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വിഭാഗത്തിൽ അങ്ങനെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ പല തലങ്ങളെ വായനക്കാരൻ എന്നതിൽ സ്വാംശീകരിക്കാനും ആ ജീവിതം എൻ്റേതാക്കി മാറ്റാനുമുള്ള വലിയ സാധ്യതയാണ് പുസ്തകത്തിലൂടെ വരുന്നത്. ഇങ്ങനൊരു സാധ്യത ഉരുത്തിരിഞ്ഞു വന്നത് എപ്പോഴാണെന്നുള്ള ജോബിഷിൻ്റെ ചോദ്യത്തെക്കുറിച്ച് ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നും വന്നതല്ല. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വാഭാവികമായ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ചേർന്ന് നിൽക്കൽ, കഥ പറച്ചിലുമായിട്ട് മനുഷ്യനുണ്ടെന്നിരിക്കും. ഒരു പക്ഷേ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം കഥകളിലേക്ക് പോവുക. അതുകൊണ്ടാണ് കഥകളിലൂടെയാണ് ലോകം നിലനിൽക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പഠനകാലത്തോ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കഥകളൊക്കെ എൻ്റെ മനസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ണൂരിലുള്ള കണ്ണാടിപ്പുറം എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ, കുഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ വീട്ടിലെ അന്തരീക്ഷമൊന്നും അത്ര വലിയ ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടൊരു അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല. അച്ഛനൊരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ പുസ്തകങ്ങളോട് പ്രത്യേകിച്ച് കമ്പമൊന്നുമില്ല. ഭാഗ്യവശാൽ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു ഏജൻ്റായിരുന്നു അച്ഛൻ നാട്ടിൽ. അപ്പോൾ ആ പത്രം കാണുകയും മാതൃഭൂമി ആഴ്ചപ്പതിവ് കാണുകയും ചെയ്യുന്നത് നിർബന്ധമായും നമ്മളെ വീട്ടിൽ സംഭവിച്ചുകൊണ്ട് ഞാൻ കുറച്ചു കാലം ഈ നടന്നു പോകാൻ മാത്രം കഴിയുന്ന വയലുകളിലും കായ്പാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ പത്രം കൊണ്ട് നടന്ന് വിറ്റിട്ടുണ്ട് 5 വയസ്സിലൊക്കെ. അപ്പോൾ അങ്ങനെ പത്രമായിട്ടൊരു ബന്ധം എനിക്കുണ്ട്. ആ പത്രത്തിൽ ഞാൻ പല ചിത്രങ്ങൾ പോലെ പലതും കാണാറുണ്ട് എന്നല്ലാതെ അതൊന്നും ആഹ്ലാദത്തോടെ വായിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റും. ഏതോ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നമ്മൾ പലതും കൂട്ടി വയ്ക്കുന്ന ഒരു അലമാരക്കടയിൽ ഞാനൊരു പുസ്തകം കാണുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സന്തുഷ്ട കുടുംബം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പക്ഷെ അത് ആരെഴുതിയതാണെന്ന് എനിക്കറിയില്ല, കാരണം അതിൻ്റെ കവർ എൻ്റെ ഇല്ല. ആ പുസ്തകമാണ് എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് വായിച്ചെടുത്ത എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഏതോ ഒരു ചിത്രം, മനുഷ്യരുടെ പല കൂട്ടായ്മകളിലൂടെ ബന്ധങ്ങളുടെയൊക്കെ ഏതോ ഒരു ചിത്രം വളരെ അവ്യക്തമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു പുസ്തകം. അതാണ് സന്തുഷ്ടം. ഒരു റഷ്യൻ പുസ്തകത്തിൻ്റെ പരിഭാഷയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ഓർമ്മിച്ചെടുക്കാവുന്ന ആദ്യ വായന എന്ന് പറയുന്നത്. ആ വായനയാണ് ഒരു ഏകാന്ത പ്രവൃത്തിയായിട്ട് പിന്നീട് കൊണ്ടു നടക്കുകയും പിന്നീട് വലിയ ബന്ധങ്ങളിലേക്ക്, വലിയ മനുഷ്യ സൗഹൃദങ്ങളിലേക്ക് ഒക്കെ കൊണ്ടു നടത്തിയ ആളാണ്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ടാകും. പുസ്തകങ്ങൾ തന്ന അപൂർവ ബന്ധങ്ങളുണ്ടാകും. പുസ്തകങ്ങൾ തന്ന ഒരു അപൂർവ ബന്ധം ഒന്ന് ഓർത്തെടുത്താൽ. പുസ്തകങ്ങളുടെ ഈ കണ്ണൂരിലെ ആ ഒരു ജീവിതം സാധാരണ നിലയിൽ ഹൈസ്കൂളിലൊക്കെ, ഞാൻ പിന്നീട് ഹൈസ്കൂൾ പഠിക്കുന്നത് പള്ളിക്കുന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറയുന്ന അവിടെയാണ്.
അവിടെ വെച്ചാണ് ഒരുപക്ഷെ പുസ്തകം എന്ന് പറയുന്നത് ഒരു വളരെ ഗൗരവമായ ഒരു കാര്യമാണെന്നും വായന വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അധ്യാപകൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ്റെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ സവിശേഷത. ഒരു വായനക്കാരൻ സത്യത്തിൽ ചെയ്യുന്നത് മറ്റു വായനക്കാർ സൃഷ്ടിക്കുക എന്നുള്ള ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചില അധ്യാപകർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരു അധ്യാപകൻ്റെ പ്രത്യേകമായ സവിശേഷ ശ്രദ്ധയ്ക്ക് ഞാൻ ഇടയാവുകയും അങ്ങനെ അദ്ദേഹം എന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ചില വായനകളിലൂടെ ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് പുസ്തകശാല തന്നെ, അതെ, ജീവിതത്തിൻ്റെ ചില സാധ്യതകളുടെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ മൂത്ത സഹോദരൻ തിരുവനന്തപുരത്ത് ഒരു പുസ്തകശാല തുടങ്ങുന്ന ഒരു അവസ്ഥ വരികയും അങ്ങനെ ഞാൻ SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് SSLC പരീക്ഷ കഴിഞ്ഞ ദിവസം ഞാൻ സഹോദരൻ്റെ സഹായി എന്നുള്ള രീതിയിൽ പുസ്തകശാല തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പഠിക്കാമെന്ന് അച്ഛൻ തീരുമാനിക്കുകയും വളരെ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമായതുകൊണ്ട് അവിടെ പോയി നീ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായമാവും, എൻ്റെ ഒരു പഠിത്തം അവിടെ നടക്കുന്ന രീതിയിൽ ഞാൻ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യണം. തിരുവനന്തപുരത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല, അറിയപോലുമില്ല, ക്യാപിറ്റലാണോ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാത്ത, ഒരുപക്ഷെ ജനറൽ നോളജിൻ്റെ ഭാഗമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള തിരുവനന്തപുരത്ത് യാദൃശ്യമായി ഇടപെടണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ ജനറൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന പഴയ ക്ലാസിക് ബിൽഡിങ്ങിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് പുളിമൂടി ജംഗ്ഷനിലാണ് ചെറിയ ഒരു 100 സ്ക്വയർ ഫീറ്റിലൊരു ചെറിയ പുസ്തകശാല തുടങ്ങി വരുന്നേ ഉള്ളൂ. അവിടെയാണ് എൻ്റെ പുസ്തക ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചതും ആഴമുണ്ടാക്കിയതും പരപ്പുണ്ടാക്കിയതും. അവിടെ എന്നെ കാത്തിരുന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമായി മാറിയ ഒരു മനുഷ്യനെന്ന് പറയുന്നത് എല്ലാ വൈകുന്നേരങ്ങളിലും അവിടെ കടന്നു വരുന്ന പ്രൊഫസർ M. കൃഷ്ണൻ നായർ എന്ന് പറയുന്ന സാഹിത്യകാലത്തെയും വലിയ വായനക്കാരാണ്. യാദൃശ്ചികമായിട്ട് അക്കാലത്തൊക്കെ വളരെ രസകരമായ കാര്യം, എൻ്റെ സഹോദരൻ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം, അദ്ദേഹം വളരെ കണിശക്കാരനാണ്, വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെ മാത്രം പെരുമാറണം, ചെറിയ കാര്യത്തിന് പോലും പിണങ്ങിപ്പോവും, അദ്ദേഹം പിണങ്ങരുത്, കാരണം അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമറാണ് എന്ന് പറഞ്ഞ് എന്നെ ഭയഭക്തിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലാക്കുന്നത്. അപ്പോൾ സഹോദരനാണെന്ന് പറഞ്ഞ് എന്നെ ഒരു ദിവസം പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടോ 1-2 ദിവസങ്ങൾക്കകം ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ഈ പറയുന്ന ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭയമില്ലായ്മയുടെയും തലത്തിലേക്ക് വരികയും അദ്ദേഹം എന്നോട് വായനക്കാരനാവാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചില പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറയും. ആദ്യമായിട്ട് അദ്ദേഹം എന്നോട് വായിക്കാൻ പറഞ്ഞ പുസ്തകം ഖണ്ഡേക്കറിൻ്റെ യയാതിയാണ്. അങ്ങനെ ഒരു ലോകമേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ അത് വായിക്കുന്നു. അദ്ദേഹം പിന്നീട് എന്നോട് താരാശങ്കറിൻ്റെ ആരോഗ്യ നികേതനം വായിക്കാൻ പറഞ്ഞു. ഒരുപക്ഷെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു പുസ്തക വായന എന്ന് പറയുന്നത് ആരോഗ്യ നികേതനമാണ്. അദ്ദേഹത്തെ പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ ഏതെന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ നികേതനമാണ്. ആരോഗ്യ നികേതനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. ആരോഗ്യ നികേതനം എന്നോട് പറഞ്ഞു തന്നൊരു സത്യം, അത് വായിക്കുന്നതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം എന്ന് പറയുന്നത്, ഇത് ജീവൻ മശായി എന്ന് പറയുന്ന നാഡി ചികിത്സകനായ ഒരു മനുഷ്യൻ്റെ കഥയാണ്. അപ്പം നാഡി ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ നാഡി നോക്കിയിട്ട് രോഗം, മരണം ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ളൊരു സിദ്ധി അവർക്കുണ്ട്. ബംഗാളിലെ ഒരു കുടുംബം, അദ്ദേഹത്തിൻ്റെ ആ ക്ലിനിക്കിൻ്റെ പേരാണ് ആരോഗ്യ നികേതനം. ഈ ക്ലിനിക്കിൽ അച്ഛൻ ജഗത്ബന്ധു മശായിയും ജീവൻ മശായിയും കൂടി ഒരു ദിവസം ഇരിക്കുകയും അച്ഛൻ മകനോട് പറയുകയാണ്, എൻ്റെ സ്വന്തം നാടി നോക്കിയിട്ട് എൻ്റെ മരണം അടുത്തിരിക്കുന്നു, ഞാനിതാ മരിക്കാൻ പോകുന്നു, നമുക്ക് ഗംഗാതീരത്ത് പോകണം. ഗംഗാതീരമാണ് അവരെ സംബന്ധിച്ചുള്ള മരണത്തിനുള്ള ഏറ്റവും കൂടുതൽ. അങ്ങനെ ഇവർ രണ്ടുപേരും ഗംഗാതീരത്ത് പോവുകയും ആ ഗംഗാതീരത്ത് വെച്ച് അവസാന നിമിഷങ്ങളിൽ ഒരു ദിവസം ഈ ജഗത്ബന്ധു മശായി മകനോട് ചോദിക്കുകയാണ്, മശായിയായ അല്ലെങ്കിൽ നാഡീ ചികിത്സകനായ മകനോട് ചോദിക്കുകയാണ്, ജീവൻ ഇനി നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് അവിടെ വെച്ച് ഞാൻ അത് വായിച്ചപ്പോൾ പലതവണ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, മരിക്കാൻ പോകുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കൊണ്ട് നേടിയെടുത്ത അറിവ്, അനുഭവങ്ങളിലൂടെ നേടിയ അറിവ്, ഇത് മുഴുവൻ ഏതാനും നിമിഷം കഴിയുമ്പോൾ നിശ്ചലമായി പൂർണ്ണമായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതാവാൻ പോകും. ഇതെങ്ങനെ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതാണ് അദ്ദേഹം മകനോട് നിനക്കിനി എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടോ, അവസാനമായിട്ട് ഇനി അതിനുള്ള അവസരമില്ല എന്ന് ചോദിക്കുന്നു. ആ നോവലിനെ നമുക്ക് അവിടെ ഉപേക്ഷിക്കാം. ഈ ചോദ്യം ലോകത്തിലെ മനുഷ്യരാശിയുടെ ഏതോ കാലത്ത് ഏതോ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൽ നിന്നാണ് ഒരുപക്ഷെ അറിവ് സംരക്ഷിച്ചു വെക്കേണ്ടതുണ്ട്, അടുത്ത തലമുറക്ക് കൊടുക്കുമ്പോഴാണ് അതിനെ നവീകരിക്കപ്പെടുക, അതിന് തുടർച്ച ഉണ്ടാവുക എന്ന് പറയും. അങ്ങനെ ഒരു തുടർച്ച സാധ്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന രീതിയിലാണ് പുസ്തകത്തെ ഞാൻ വിലയിരുത്തുന്നത്. ഈ കൃഷ്ണൻ നായർ സാറുമായിട്ടുള്ള ബന്ധം ആ രീതിയിൽ ഞാനും അദ്ദേഹവുമായിട്ട് 26 കൊല്ലം
ഞങ്ങളുടെ കണക്കുകൾ വെച്ച് കഴിഞ്ഞാൽ തമാശക്ക് പറയുന്നത് 38 ദിവസം കഴിച്ചാൽ ബാക്കി എല്ലാ 26 കൊല്ലത്തിലെ ദിവസവും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെയുള്ളൊരു ബന്ധത്തിലൂടെയാണ് പുസ്തകങ്ങളുടെ ലോകത്ത്. അത്രയും വായിച്ച ഒരാൾ, ഇപ്പോൾ കൃഷ്ണൻ നായർ, പി ഗോവിന്ദപിള്ള, ഇവരൊക്കെ ഒരുപക്ഷെ അവരൊക്കെ MT വാസുദേവൻ നായർ, ഇവരൊക്കെ മരണ സമയത്ത് ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിന്ന് ജീവിതം വിട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ NE സുധീർ എന്ന വായനക്കാരനുമായിട്ടുള്ള ഒരു ബന്ധം ഇങ്ങേയറ്റത്ത് MTയുമായിട്ടുള്ളത് അനുഭവിക്കാൻ എനിക്കും കൂടി കഴിഞ്ഞിരുന്നു. അതായത് സാറ് ആ അനുഭവിച്ച കാര്യം എഴുത്തിലൂടെയും ഒക്കെ ആ നിലയിൽ അനുഭവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പി ഗോവിന്ദപിള്ളയൊക്കെ അവസാന കാലത്ത്, അതായത് നിരന്തരമായി പുസ്തകങ്ങളിലൂടെ അനുഭൂതിയും ചരിത്രവും ഒക്കെ അനുഭവിച്ചിരുന്ന ആളുകൾ വിട്ടുപോകുമ്പോൾ പുസ്തകത്തെയും കൂടിയാണ് വിട്ടുപോകുന്നത്. അപ്പോൾ ആ വിട്ടുപോകലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് കൃഷ്ണനായർ സാർ തന്നെയാണ്. കൃഷ്ണനായർ സാർ രോഗിയായിട്ട് കിടപ്പിലായപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ദിവസവും പുറത്ത് വന്ന് പുസ്തകക്കടകൾ വരിക, പുസ്തകം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക, കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അതിന് സാധ്യമല്ലാതായപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പല ദിവസങ്ങളിലും പുതിയ പുസ്തകങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അദ്ദേഹം കിടക്കുകയാണ്, കിടക്കയിൽ ഇങ്ങനെ കിടന്നിട്ട് ചുറ്റിനും പുസ്തകങ്ങളാണ്. ആ മുറി അത്ഭുതകരമായ മുറിയാണ്. അട്ടിയിട്ട് ഇങ്ങനെ കിടക്കയുടെ അടിയിൽ കട്ടിലിൻ്റെ അടിയിൽ പോലും പുസ്തകങ്ങൾ. അങ്ങനെ അവിടെ ഞാൻ പോയിരുന്നിട്ട് അദ്ദേഹത്തിന് ഈ പോയ പുസ്തകത്തിൻ്റെ പുറം ചട്ടയുള്ള ഭാഗങ്ങൾ മാത്രം വായിച്ചു കൊടുക്കും. വയ്യ, കണ്ണിൽ നിന്നൊക്കെ കണ്ണൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്ന വളരെ അവശനായ നിലയിൽ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, സുധീര, ഞാൻ ലാസ്റ്റ് ഡേയ്സ് ഓഫ് മാൻകൈൻഡ് വായിക്കാതെ മരിക്കുമല്ലോ. അപ്പം ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. കാരണം കാൾ ക്രോസിൻ്റെ, ഓസ്ട്രിയൻ നാടകൃത്തായ കാൾ ക്രോസിൻ്റെ ലാസ്റ്റ് ഡേയ്സ് ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയൊരു നാടകമാണത്. ഈ നാടകം ഞങ്ങൾ വളരെ കാലമായിട്ട് അദ്ദേഹം അന്വേഷിക്കുകയും ഒരു ബുക്ക് സെല്ലർ നിലയിൽ കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്നത്തെ കാലത്ത് അത് കിട്ടിയില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ മറ്റു പലതുമായി അവസാനിക്കുകയും ആ പുസ്തകം കിട്ടാതിരിക്കുകയും. ഇത് മരണത്തോട് അടുത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ, മുന്നിൽ മരണം മാത്രമുണ്ട് എന്ന് നിശ്ചയമുള്ള ഒരു വായനക്കാരൻ, അദ്ദേഹം അവസാനമായിട്ട് പറയുന്നത് ആ പുസ്തകം വായിക്കാതെ ഞാൻ മരിക്കുമല്ലോ എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നത്, എൻ്റെ മരണത്തിന് ശേഷം ധാരാളം നല്ല സാഹിത്യകൃതികൾ വരും, മാർക്കേസ് എഴുതും, യോസ എഴുതും, പക്ഷെ അവരെഴുതുന്നൊന്നും എനിക്ക് വായിക്കാൻ കഴിയില്ല. എന്തുതരം ചിന്തയാണെന്ന് എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനെ വായന ഭ്രാന്ത്, ഒരുപക്ഷെ ജെൻറ്റിൽ മാഡ്നസ് എന്ന് പറയാറുണ്ട്. ജെൻറ്റിൽ മാഡ്നസ് എന്നാണ് പുസ്തക ഭ്രാന്തിനെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഭ്രാന്തമായ അഭിനിവേശം, ഉന്മാദമുള്ള ഒരു മനുഷ്യന് മാത്രമേ അവസാനിക്കുന്നുവെന്ന തോന്നലുണ്ടാകുമ്പോൾ വായിക്കാൻ വിട്ടുപോയ പുസ്തകങ്ങൾ, വരാനിരിക്കുന്ന പുസ്തകങ്ങൾ കിട്ടില്ലോ എന്നുള്ളത് പറയുന്നത്. പി ഗോവിന്ദപിള്ളയൊക്കെ അവസാനം ലെൻസൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ? ഇതുപോലെ തന്നെയാണ് പി ജി ഉറങ്ങാൻ മറന്നു പോകാറുള്ള വായനക്കാരെന്നാണ് ഞാൻ PG കുറിച്ചൊരു ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം രാത്രി ഉറങ്ങാൻ മറന്നു പോകുന്നത് ആകെ പുസ്തകം വായിച്ചിരുന്നിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഞാൻ കൊച്ചിയിലേക്ക് വരികയും PG തിരുവനന്തപുരത്ത് അസുഖമായിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയും ചെയ്യുമ്പോൾ പല ഞായറാഴ്ചകളിലും ഞാൻ പുസ്തകം വായിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജഗത്ബന്ധം, ഈ ജീവൻ മസായിയുടെ കഥയൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. PG മരിക്കാറായല്ലോ, PGയുടെ മസ്തിഷ്കത്തിലെ അറിവെല്ലാം ഇല്ലാതാവുകയാണല്ലോ PG എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PG വെറുതെ പറഞ്ഞിട്ട് PGക്ക് സയൻസ് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ന്യൂറോ സയൻസിൻ്റെ ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ, എൻ്റെ കാലത്തല്ല, സുധീറിൻ്റെ കാലത്തല്ല, സുധീറിൻ്റെ മകൻ്റെ കാലത്തോ ഒരുപക്ഷെ മനുഷ്യ മസ്തിഷ്കത്തിലെ അറിവിനെ മറ്റേതെങ്കിലും സാങ്കേതിക വിദ്യയിലൂടെ സംരക്ഷിച്ച് വെച്ച് തുടർച്ച ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും എന്ന് PG പറയുന്നത്. അപ്പോൾ വായന എന്ന് പറയുന്നത് ഒരു ഏറ്റവും അടിസ്ഥാനപരമായ പ്രാണവായു പോലെ, അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം പോലെ അവസാന നിമിഷം വരെ വായിക്കണം എന്ന് പറയുന്ന ഒരു PG ഉണ്ട്. ജോബിഷ് MTയുടെ കാര്യം പറഞ്ഞു. MT അവസാനത്തെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പോയി അവസാന കാലത്ത് സംസാരിക്കുമ്പം അദ്ദേഹം പറയാറുള്ളത്, ഡയന ആഥിൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഡിറ്റർ കം റൈറ്ററുണ്ട്. അപ്പോൾ അവർക്കന്ന് 95 വയസ്സായി. അപ്പോൾ ആ 95 വയസ്സിൽ അവരൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് എന്നോട് പറയുകയാണ്, 95 വയസ്സിൽ ഡയന ആഥിലിന് എഴുതാൻ കഴിയുന്നു, വായിക്കാൻ കഴിയുന്നു. എനിക്കാകെ അവസാനം വരെ വായിക്കാനും എഴുതാനും കഴിയണമെന്ന ആഗ്രഹം മാത്രം. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അവസാന കാലത്ത് വായന വളരെ കുറഞ്ഞിരുന്നു. എന്നാലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അറിയാനും ആ പുസ്തകങ്ങളോട് സംസാരിക്കാനും, ഒരുപക്ഷെ ഈ മനുഷ്യരൊക്കെ ഞാനെന്ന് പറയുന്ന വ്യക്തിയിലേക്ക്, ഇല്ലെങ്കിൽ നമ്മളൊക്കെ വളരെയധികം പ്രായവ്യത്യാസമുള്ളവരാണ്, പക്ഷേ സമപ്രായക്കാരെന്ന പോലെ ഇവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നതും വായനയാണ്. എന്നെ അങ്ങനെ കണക്കാക്കാനുള്ള സ്വാതന്ത്ര്യം അവരെടുത്തതും വായനയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ സൗഹൃദം അവരുമായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ട് MT ഇതുപോലെ വായനയിൽ അത്ഭുതപ്പെടുത്തിയൊരു മനുഷ്യനാണ്. അതുപോലെ ഇപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് തിരുവനന്തപുരത്ത് പുസ്തകശാലയിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ എറണാകുളത്ത് പെൻഗിൻ ബുക്സിൻ്റെ ഒരു ഏജൻ്റായിട്ട് കൂടി, അപ്പോൾ എപ്പോഴും പുസ്തകവുമായിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അപൂർവമായിട്ടുള്ള വ്യക്തികൾ, പല മനുഷ്യന്മാർക്ക് കയറി വരാനുള്ള ഒരു ഇടമായിരിക്കും ആ തിരുവനന്തപുരത്ത് അന്ന് വർക്ക് ചെയ്ത സ്ഥലം.
അപ്പോൾ ആ പുസ്തകങ്ങൾ, അപൂർവ പുസ്തകങ്ങൾ തേടി വന്ന മനുഷ്യന്മാരുണ്ടാവാം, അതിൻ്റെ കൗതുകങ്ങളുണ്ടാവാം, അതൊക്കെ ഒരുപാട് ഓർത്തെടുക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാനൊക്കെ അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിത്യചൈതന്യയതി കേരളത്തിലെ ഏറ്റവും സജീവമായ സാംസ്കാരിക ബൗദ്ധിക സാന്നിധ്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ യതിയെ വായിക്കുക, യതിയുടെ പങ്ക്തികൾ, യതിയുടെ പുസ്തകങ്ങൾ, ഊർജ്ജതാണ്ഡവം ഒക്കെ ഇങ്ങനെ കലാകൗമുദിയിലൊക്കെ അടിച്ചടിച്ച് വരുന്ന കാലത്ത് വളരെ സന്തോഷത്തോടു കൂടി യതിയെ ആകാംക്ഷയുടെ കാത്തി. എൻ്റെ ഒരു ഭാഗ്യവും ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ പുസ്തകക്കടയിലെ തടവുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് പുറം ലോകവുമായിട്ട് അന്ന് വലിയ ബന്ധമില്ല. അവിടെ വരുന്നവരെൻ്റെ സുഹൃത്തുക്കളാവുന്നു എന്നല്ലാതെ മറ്റൊരു ലോകമില്ലായിരുന്നു. അപ്പോൾ ഈ യതി എന്ന് പറയുന്ന വായനക്കാരൻ എന്നെ തേടിയെത്തണമെന്നുള്ള ആഗ്രഹവുമായിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഒരു ഞായറാഴ്ചയിൽ ഞാൻ പുസ്തകക്കടയിൽ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ പല വാങ്ങാൻ വന്ന പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഞാനിങ്ങനെ ചെയ്ത് അവർക്കെല്ലാം വേണ്ട പുസ്തകങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ താഴെ ആ സന്യാസി വരിന ആ വേഷത്തിൽ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള മനുഷ്യൻ വന്നിരിക്കുന്നു. എൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് എത്തണം, അദ്ദേഹത്തിന് വേണ്ടത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാനെന്ന പുസ്തക വിൽപ്പനക്കാരനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആവേശത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെ എടുത്തു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ, അതെ, ഫിലോസഫി കൊടുക്കണം, സയൻസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഈ മറ്റു വന്ന ഉപഭോക്താക്കളെ, കസ്റ്റമേഴ്സിനെ മുഴുവൻ ഞാൻ പെട്ടെന്ന് ഒഴിവാക്കുകയും യതിയിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. യതി അപ്പം എല്ലാം കയറി വന്നിട്ട് വളരെ രസകരമായ ഒരു കാര്യം, യതി എനിക്കൊരു 10 രൂപ തന്നിട്ട് പറഞ്ഞു, കുറച്ച് സമയത്തേക്ക് താങ്കളുടെ ജോലി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ വന്ന ഒരു വായനക്കാരൻ ഒരു ഇന്ത്യ ടുഡേ മാസിക ഞാൻ വിറ്റു, അതിൻ്റെ പണമാണെന്ന് പറയുന്നത്. അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പം ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ അതൊക്കെ എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയാം അനിയ. പക്ഷെ ഞാൻ വന്നത് മറ്റൊരു പുസ്തകം അന്വേഷിച്ചു. ഒരു സുവോളജിയിലെ ഏറ്റവും വളരെ പ്രസിദ്ധമായ ജീൻസ് എന്ന് പറയുന്ന ബെഞ്ചമിൻ ലൂയിസിൻ്റെ ഒരു അക്കാഡമി ബുക്കാണ്. യൂണിവേഴ്സിറ്റികൾ മാത്രം വാങ്ങുന്ന ഒരു പുസ്തകം, വളരെ വില കൂടിയൊരു പുസ്തകമാണ്. അത് ഞങ്ങളിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് അദ്ദേഹം അന്വേഷിച്ച് വന്നതാണ്. അത് വാങ്ങിച്ച് പോവുകയും ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ ഒരു വലിയ ബന്ധം എനിക്കിടയിലുണ്ടായി. ഞാൻ യതി പലപ്പോഴും പുതിയ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം എനിക്ക് ഒപ്പിട്ട് കണ്ടു തരും. പുതിയ പുസ്തകങ്ങൾ അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗൂഗിൾ ഇല്ലാത്തൊരു കാലം, ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലം. അപ്പം ഞങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് അറിയുക, ലോകത്തൊരു പുതിയ എഴുത്തുകാരനുണ്ട്, അല്ലെ ഒരു പുതിയ പുസ്തകം ഉണ്ടെന്ന് അറിയുന്നത് ഈ സംവാദങ്ങളിലൂടെ, നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ. അവിടെ അന്ന് ആ പുസ്തകശാലയിൽ വൈകുന്നേരം ജോഷ് പറഞ്ഞ പോലെ കൃഷ്ണൻ നായർ സാർ വരും, പി ഗോവിന്ദപിള്ള വരും, എൻ ഇ ബാലറാം വരും, യതി വരും, അയ്യപ്പ പണിക്കരുണ്ട്, നരേന്ദ്ര പ്രസാദ്, വിനയ്, അങ്ങനെ വലിയൊരു കൂട്ടായ്മ. അതൊരു കൾച്ചറൽ, വളരെ ചെറിയൊരു സ്ഥലമാണ്. ഇവരൊക്കെ വരും. ഇവർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെയാണ് നമ്മൾ പുസ്തകങ്ങൾ അറിയുന്നത്. പുതിയ പുസ്തകങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാൻ പോകണ്ട ഇത്ര ആളുകളുടെ. അതെ, ഞാൻ നിർഭാഗ്യവശാലും യൂണിവേഴ്സിറ്റി വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംവാദത്തിനിടയിൽ, അപ്പോൾ അന്ന് വലിയ പെൻഗിൻ്റെയൊക്കെ കാറ്റലോഗ് വരുമ്പം കൃഷ്ണനായർ സാറും ഞാനും കൂടി ഇങ്ങനെ ഇരുന്ന് നോക്കും. ഇതിൽ എഴുത്തുകാരെ അറിയില്ല, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ലോ. അപ്പോൾ ഇലിയാസ് കാനറ്റി, തിരക്കേടുണ്ടാവില്ല, പേര് കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ അത് ടിക്കടിച്ച് അത് വരുത്തുകയും, അങ്ങനെ വരുത്തിയ പലതും മഹാത്ഭുതങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചിലതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തൊരു കാലമാണ്. അങ്ങനെ ഈ മനുഷ്യരുടെ ഒരു വായനക്കാരുടെ ഒരു വലിയ കൂട്ടായ്മയിലുള്ള അന്നത്തെ ഒരു സംസ്കാരം, വായന സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന യഥാർത്ഥ ഗൗരവമുള്ള വായനക്കാരെ നിസ്തേജനാക്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏകാഗിയാക്കിയ നിരൂപകരാണ് എന്നുള്ളത്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചോ ഒന്നുമല്ല ഇന്ന് പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, ലക്ഷങ്ങൾ അത് ആഘോഷിക്കപ്പെടുന്നത്. അതെന്താ തോന്നിയിട്ടുള്ളത്? ആ കാലത്ത് നിന്ന് ഇങ്ങനെ അയ്യപ്പ പണിക്കരും പി ഗോവിന്ദപിള്ളയുടെ ഒക്കെ അടുത്ത് നിന്ന് ഇന്നിപ്പോൾ വേറൊരു ഡയറക്ഷൻ വരികയാണ് വായനയ്ക്ക് സോഷ്യൽ മീഡിയയുടെ. ആ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു പക്ഷേ തടയാൻ പറ്റാത്തൊരു മാറ്റമാണ്. ഈ ബാഹുല്യം എന്ന് പറയുന്നത് എപ്പോഴും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതെന്തിൻ്റെ ഇപ്പം ഗൂഗിൾ വന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് വലിയൊരു സവിശേഷമായൊരു സാന്നിധ്യമായി നിൽക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ ഇല്ലാത്ത കാലമാണോ ഗൂഗിൾ ഉള്ള കാലമാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. ഇനി നമുക്ക് ചോദിക്കാനേ പറ്റുള്ളൂ, അത് സാധ്യമല്ലാത്തത്. അപ്പോൾ അങ്ങനെ എല്ലാം അറിയുന്ന, എല്ലാം നമ്മുടെ കൈകളിലെത്തുന്ന ഒരു കാലം എന്ന് പറയുന്നത് വന്നതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യം വന്നത്. അന്ന് നമ്മൾ വായനക്കാർക്ക് തമ്മിൽ, പുസ്തക വായനക്കാരനും പുസ്തക വിൽപ്പനക്കാരനും തമ്മിലൊക്കെ ഒരു വിധേയത്വമുണ്ട്, മനുഷ്യബന്ധങ്ങളിലുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ തകരാറിലായി പോയത് ഈ വിധേയത്വം ഇല്ലാത്തൊരവസ്ഥയിൽ വന്നല്ലോ. അപ്പോൾ ഈ ബാഹുല്യവും സാധ്യതകളുടെ വലിയൊരു ലോകം വന്നതോടുകൂടി അതിനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ജോബിഷ് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട പ്രശ്നം. വളരെ അത്ഭുതകരമായ പലതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ലാതായി മാറിയെന്ന്. അപ്പോൾ എനിക്കിപ്പം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ദിവസം ഞാൻ പുസ്തകക്കടയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു ഫ്രഞ്ച് പൗരൻ വന്നിട്ട് എന്നോട് ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു വാരിക കാണിച്ചിട്ട് ഇത് എഴുതിയ ആളിനെ അറിയുമെന്ന് ചോദിക്കുകയാണ്. അതിനകത്തുനിന്നൊരു കവർ സ്റ്റോറി ഉണ്ട്. അത് അയാൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അയാൾ യാദൃശ്ചികമായിട്ട് കോവളത്തൊരു ടൂറിസ്റ്റായി വന്നപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കിടന്നൊരു മാസികയാണ്. അത് അദ്ദേഹം ചോദിച്ചിട്ടെടുത്തിരിക്കുകയാണ്. അതിലെ കവർ അടിച്ചിരിക്കുന്ന എഴുത്തുകാരൻ ജോർജെ പെരേക്ക് എന്ന് പറയുന്ന ഫ്രഞ്ച് നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു.
അപ്പോൾ സുഹൃത്തിൻ്റെ പടം ഏതോ നാട്ടിലെ ഒരു ചെറിയ ഭാഷയിലെ ഒരു വാരികയിൽ കാണുമ്പോൾ കൗതുകം, അത് ആരെഴുതിയെന്ന് അറിയാനുള്ള കൗതുകം, അന്വേഷിച്ച് ഇവിടെ എത്തിയാൽ അറിയാമെന്നും പറഞ്ഞ് അദ്ദേഹം വരും. ഞങ്ങൾ അന്നൊരു മേൽവിലാസമാണ്, ഒരു കൾച്ചറൽ മേൽവിലാസമാണ് ആ ബുക്ക് ഷോപ്പ്. അങ്ങനെ അദ്ദേഹം വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എം കൃഷ്ണൻ നായർ എഴുതിയതാണ്, ഇവിടുത്തെ വലിയ ക്രിട്ടിക്കാണ്, അദ്ദേഹം വൈകുന്നേരമേ വരുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഡെഫിനറ്റ്ലി ഐ വിൽ കം ബാക്ക് ഇൻ ദി ഈവനിങ്. അദ്ദേഹം പോയി തിരിച്ചു വരികയാണ്. വൈകുന്നേരം 4 മണിക്ക് ഞാനും കൃഷ്ണൻ നായർ സാറും ഇദ്ദേഹം കൂടി തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ച് വർത്താനം പറയാണ്. ജോർജ് പരക് എന്ന് പറയുന്ന ലൈഫ് എ യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്ന ആ പുസ്തകം എഴുതി, വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ആധുനിക ഫ്രഞ്ച് സാഹിത്യത്തെ വിച്ഛേദിച്ച് മാറ്റി നിർത്തിയൊരു സൗന്ദര്യ സങ്കല്പം ഉണ്ടാക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ആ എഴുത്തുകാരൻ മരിച്ചുപോയ കാര്യം നമ്മൾ അറിയുകയാണ്. അതൊന്നും അറിയില്ല എന്ന്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വിസ്മയമുണ്ട്, അതുണ്ടാക്കുന്ന ഒരു ആഹ്ലാദമുണ്ട്. പരക്കിനെ കണ്ടതിൻ്റെ സമാനമായ ഒരു സന്തോഷം എന്നിലും കൃഷ്ണൻ നായർ സാറിലും ഉണ്ടാക്കുകയാണ്. തൻ്റെ മരിച്ചുപോയ സുഹൃത്തിനെ വീണ്ടും കാണുന്നൊരു സന്തോഷം അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ലല്ലോ മലയാളി എന്ന്. ഇത് ലോകത്തിന് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. അത് ഒരു ഇൻഫർമേഷൻ്റെ ഒരു റെവല്യൂഷൻ വന്നതോടുകൂടി നമ്മൾ അതിൻ്റെ പുറകെയായി. നിർഭാഗ്യവശാൽ ഇൻഫർമേഷൻ സത്യമല്ല, ഇൻഫർമേഷൻ ഈസ് നോട്ട് ട്രൂത്ത് എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. പുസ്തകങ്ങൾ ഒരുപക്ഷെ ഇൻഫർമേഷനിൽ ഏറ്റവും കാതലായത് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ എന്ന രീതിയിലായിരിക്കാം മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടാകും. ഇന്ന് എല്ലാ പുസ്തകങ്ങളും അതുപോലെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ ഏറ്റെടുത്ത ദൗത്യത്തിലൊന്ന് മനുഷ്യൻ്റെ അറിവിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തെ അടയാളപ്പെടുത്തുക, സത്യത്തെ കാലത്തിന് വേണ്ടി നീക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതാണ് പുസ്തകത്തിൻ്റെ ദൗത്യം. വായനക്കാരന് ആ ഘട്ടത്തിലുണ്ടായിരുന്ന അന്തസ്സ് ഇന്നിപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ, അതായത് നമുക്ക് ഒരു എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു എഡിറ്റർ, അതൊക്കെ ഒരു വലിയ അധികാര പദവിയിൽ, അല്ലെങ്കിൽ ശരിയേത് തെറ്റേത് അതിൻ്റെ വാക്യഘടനയെ സംബന്ധിച്ച് അതിൻ്റെ അല്ലേ ഓരോന്നിനെക്കുറിച്ചും തിരുത്താൻ ഒരാളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരുത്തൽവാദികൾ അല്ലെങ്കിൽ അങ്ങനെ തിരുത്തുന്ന ആളുകളെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആധികാരികത എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ആധികാരികത എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊരു ഹൈറാർക്കിക്കൽ പ്രശ്നമായിട്ട് അതിനെ കാണരുത്. കാരണം അറിവിൻ്റെ ആധികാരികത എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാലത്ത് പുസ്തകം എഡിറ്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനിയായ ഒരാളാണ്. ആ പുസ്തകത്തിലെ കണ്ടൻറ്റ് എഴുത്തുകാരൻ്റേത് മാത്രമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. എഴുത്തുകാരൻ്റെ ദൗർബല്യങ്ങളെ, എഴുത്തുകാരൻ്റെ തെറ്റുകളെ, എഴുത്തുകാരൻ്റെ അറിവില്ലായ്മകളെ തിരുത്താൻ ആധികാരികമായ അറിവുള്ള മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളിലൂടെ പൂർത്തിയാക്കപ്പെടുന്നതാണ് പുസ്തകം. ആ പുസ്തകത്തെ പിന്നെ പൂർത്തിയാക്കുന്നത് വായനക്കാരനാണ്. ആ പൂർത്തിയാക്കൽ ദൗത്യം രണ്ടാമത് ഏറ്റെടുത്തയാൾ എന്നുള്ള രീതിയിൽ വായനക്കാരനൊരു വലിയ ഉത്തരവാദിത്വവും താങ്കൾ പറഞ്ഞ പോലെ ഒരു അന്തസ്സും ഉണ്ടായിരുന്നു. അതിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പുസ്തകം എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രാഥമികമായ ഒരു മറ്റേതെങ്കിലും ഒരു ക്രിയ പോലെ, ഒരു കർമ്മം പോലെ, ഒരു പ്രവൃത്തി പോലെ സാധാരണത്വത്തിലേക്ക് വരികയും ആർക്കും എഴുതാവുന്ന ഒന്നാണ് പുസ്തകം എന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. അടിസ്ഥാനപരമായ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ ദൗത്യം, ഒരു സാംസ്കാരിക ദൗത്യം ഏറ്റെടുത്ത ഒന്നാണ്. സമൂഹത്തിൻ്റെ ജാഗ്രതകളിൽ ഒന്നായിട്ടാണ് പുസ്തകത്തിൽ. ഇപ്പോൾ ലൈബ്രറി എൻ്റെ ലോകമാണെന്ന് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൻ്റെ നീതിബോധത്തെ, ചരിത്രബോധത്തെ, ശാസ്ത്രബോധത്തെ ഒക്കെ ജാഗ്രതയായി നിലനിർത്തുകയും തുടർച്ചയുണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ ഉപകരണമായിട്ടാണ് പുസ്തകം. ഈ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യത്യാസവും നേരത്തെ പറഞ്ഞ ബാഹുല്യവും വന്നതോടുകൂടി ആധികാരികത പ്രശ്നമായി വരികയാണ്. അതൊരു അനാവശ്യമായ കാര്യമല്ലേ എന്നുള്ള രീതിയിൽ സമൂഹം ചിന്തിച്ചു തുടങ്ങുകയാണ്. അവിടെയാണ് ഇപ്പോൾ നിരൂപണം എന്ന് പറയുന്നത് ഇല്ലാതാവുന്നത്, അല്ലെങ്കിൽ നിരൂപണം ആവശ്യമാണോ എന്ന് ചോദിക്കുന്നത്. എഴുത്തുകാരൻ പൂർത്തിയാക്കി, എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, വായനക്കാരനും എഴുത്തുകാരനും ഇടയിൽ ഒരു നിരൂപകന് ഒരു പദവി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അത് വളരെ പ്രധാനവുമാണ്. കാരണം അതിൻ്റെ എഴുത്തുകാരൻ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടൻറ്റിനെ ആഴങ്ങളറിയാനും അതിൻ്റെ വൈപുല്യത്തെ മനസ്സിലാക്കാനും ഒരുപക്ഷെ എഴുത്തുകാരൻ അറിയാതെ വന്ന അതൊരു ക്രിയേറ്റീവ് പാർട്ടാണ്. ആ സർഗാത്മകതക്കകത്ത് ഒളിഞ്ഞിരിക്കാനിടയിലുള്ള യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അറിവുള്ള മറ്റൊരാൾക്കേ കഴിയുള്ളൂ. അത് എഴുത്തുകാരൻ ചിലപ്പോൾ അറിയണമെന്നില്ല. അതാണ് അന്ന് നിരൂപണം ഇന്നും ചെയ്യേണ്ടതാണ്. നിർഭാഗ്യവശാൽ അതിൽ വരുന്ന വേറൊരു പ്രശ്നം, ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഞാൻ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത്, ഇന്നിപ്പം നമ്മുടെ എല്ലാ സ്ഥലത്തും എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കൃതിയെ വിശകലനം ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ്, പൂർണ്ണമായിട്ടും അതിൻ്റെ ചോദ്യങ്ങൾ നേരിടുക. ഒരു കാലത്തും ഒരു എഴുത്തുകാരനും കൃതിയെ വിശദീകരിക്കാൻ നിന്നില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൃതിയെപ്പറ്റി പറയില്ല. ഇന്ന് നിർഭാഗ്യവശാൽ ഒരു പുസ്തകം ഇറങ്ങിയാൽ ആ പുസ്തകത്തിൻ്റെ 10 ആഴ്ചകൾക്കകം അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ
വായന എഴുത്തുകാരൻ നടത്തുകയും വിശദീകരണം നടത്തുകയും ചെയ്യണം. അപ്പോൾ വായനക്കാരൻ്റെ ദൗത്യം അവിടെ അവസാനിക്കുകയാണ്. വായനക്കാരൻ ഒന്നുമല്ലാതായി മാറുകയാണ്. അപ്പോൾ വായനക്കാരനെ ഈ പറയുന്ന ആധികാരികതയിൽ നിന്ന്, അല്ലെങ്കിൽ വായനക്കാരൻ്റെ സ്ഥാനത്തിൽ നിന്ന്, അന്തസ്സിൽ നിന്ന് താഴെ ഇറക്കിയത് എഴുത്തുകാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു വായന പൂർത്തിയാവുന്നത് എപ്പോഴാണ്? വായന പൂർത്തിയാവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ വായന പൂർത്തിയാവാത്ത ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഞാൻ എന്നോ വായിച്ചൊരു പുസ്തകത്തിൽ നിന്ന് എന്നിലേക്ക് വന്ന ഞാൻ സ്വാംശീകരിച്ച അറിവോ അതിൻ്റെ ബോധതലങ്ങളോ മറ്റേതെല്ലാമോ വായനയിലൂടെ കടന്നുപോയി മറ്റേതോ തലത്തിലെത്തി എൻ്റെതിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് വായനയുടെ ഒരു സജീവത ഉണ്ടാവുകയുള്ളൂ. ഈ വായന അവസാനിക്കാത്ത ഒന്നാണ്. ഒരു പുസ്തകവും ഒരു വായനക്കാരനും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നില്ല. അത് ഗൗരവമായ പുസ്തകമാണെങ്കിൽ, ക്രിയേറ്റീവായ പുസ്തകമാണെങ്കിൽ. നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കഥകളെല്ലാം ലിറ്ററേച്ചർ അല്ല. അതെ, സാഹിത്യവും കഥകളെയും നമ്മൾ വേർതിരിച്ച് കാണേണ്ടത്. എഴുതുന്നതെല്ലാം സാഹിത്യമല്ല. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നപ്പോഴാണ് നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു ബെസ്റ്റ്സെല്ലർ ആവുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ആളുകൾ വായിക്കപ്പെടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു മാനദണ്ഡമേയാണ്. മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇല്ലാതാവുകയും മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ പഴയതുപോലെയല്ല, പുതിയ കാലത്ത് ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇത് വേറെ നിലയിൽ ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ തിരിച്ചറിവ് കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് അതിൻ്റെ വിപരീതത്തിലേക്ക് നീങ്ങുന്നത്? അതിനകത്ത് വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ അതൊരു വലിയ സാധ്യതയാണ്. ഒരുപക്ഷെ പോസ്റ്റ് കോവിഡ് സമയത്ത് മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കാനും എഴുത്തുകാരനും വായനക്കാരനും എന്നുള്ള സംവാദം സാധ്യമാക്കാനും ഒക്കെ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ഒരിക്കലും കാണുമെന്ന് കരുതാത്ത എഴുത്തുകാരനെ ഞാൻ കാണുന്നു, അവരെ ഞാൻ കേൾക്കുന്നു, അവരുടെ ഫിസിക്കൽ പ്രസൻസ് അറിയുന്നു, അവരെന്ത് പറയുന്നു, അവരെ നമുക്ക് നിലപാടുകളെ ചോദ്യം ചെയ്യാനാവുന്നു. അതൊക്കെ സാധ്യമാവുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ വളരെ പ്രസിദ്ധരായ പല എഴുത്തുകാരെയും മറ്റു പല പുസ്തകമേളയും കണ്ടിട്ട് ഇവിടുത്തെ പുസ്തകമേള ജർമ്മൻ ഗിരിയറിനെ ഞാൻ കാണുന്നത് കോവളത്തെ ആദ്യത്തെ ഫെസ്റ്റിവൽ വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എഴുത്തുകാരെ കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് യാദൃശ്ചികമായിട്ട് പറയാം, ഓബ്രി മേനൻ എന്ന് പറയുന്ന ഒരു മലയാളി, ഹാഫ് മലയാളിയായ എഴുത്തുകാരനാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്, ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നത്. രാമായണ റീടോൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് നെഹ്റുവിന് ബാൻ ചെയ്യേണ്ടി വരികയാണ്. മറ്റൊരു വലിയ പ്രശ്നമാണ് ഈ സെൻസർഷിപ്പ്. അപ്പോൾ ഈ ഓബ്രി മേനോൻ്റെ മനസ്സിൽ ഈ കഥ എനിക്കറിയാം, പക്ഷേ ഓബ്രി മേനോൻ്റെ മനസ്സിലില്ല. അന്ന് ഓബ്രി മേനോൻ്റെ ചിത്രം പോലും നമുക്ക് കാണാൻ കഴിയില്ല, ഗൂഗിളില്ലല്ലോ. അപ്പോൾ ഓബ്രി മേനോൻ ആരാണെന്ന് അറിയില്ല. യാദൃശ്യമായ ഒരു ദിവസം ഈ പുസ്തകക്കടയിൽ നിൽക്കുമ്പോൾ കൃഷ്ണനായർ സാർ എന്നോട് പറയുകയാണ്, ആ റോഡിലൂടെ അപ്പുറത്തെ വശത്ത് പോകുന്ന ആ മനുഷ്യൻ്റെ പേരാണ് ഓബ്രി മേനോൻ. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം അദ്ദേഹത്തിൻ്റെ കമ്പാനിയനായ ഗ്രഹാം ഹോളുമായിട്ട് എല്ലാ ദിവസവും അവിടെയുള്ളൊരു ലോഡ്ജിൽ താമസിച്ചിട്ട് കേരളത്തിൽ വന്ന് എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ നാടുമായി ബന്ധമുള്ള ജീവിതവുമായി ബന്ധമുള്ള ജന്മനാട് എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് വന്ന് മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വന്ന മനുഷ്യനാണ് അയാൾ. ഞാനൊരു ദിവസം പോയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ രാമായണ ഇതുണ്ടാക്കുന്ന ഒരു അനുഭൂതിയുണ്ട്, അതന്ന് വളരെ അപൂർവമായിരുന്നു. ഇന്ന് സാഹിത്യോത്സവങ്ങൾ ഇത് വളരെ സാധാരണമായ ഒരു കാര്യം. എനിക്ക് കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എനിക്ക് പി.കു. അയ്യരെ കാണാൻ കഴിയുന്നു, ഗവർണയെ കാണാൻ കഴിയുന്നു, ഓഫ്കോഴ്സ് സയൻസിൻ്റെ സുനിത വില്യംസ്. ഇതൊരു വലിയ സാധ്യതയാണ്. പക്ഷേ ഈ ഇൻ്ററാക്ഷൻസിലൂടെ നമ്മൾ എന്ത് നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അവിയലുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ചേരാത്തത് തമ്മിൽ ചേർക്കുന്ന ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം മറ്റു പല വിഭവങ്ങൾ ഉണ്ടാക്കുമ്പം രുചി ഉണ്ടാക്കുകയാണല്ലോ. ആ രുചിയാണോ യഥാർത്ഥ രുചി എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ സാഹിത്യത്തിൻ്റെ കാര്യത്തിലും ഈ വിഭവ നിർമ്മാണത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് KLF, കാഫെസ്റ്റ്, നിയമസഭാ WLF, പിന്നെ ചെറുപൂരങ്ങൾ, വലിയ പൂരങ്ങൾ, അങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ ഒരു കൾച്ചറൽ ഒരു എക്കോസിസ്റ്റം മാറിക്കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ അത് കേരളത്തെ ഇനി ഈ രീതിയിലുള്ള തുടർച്ചകൾ ഉണ്ടാകുമോ, അതോ ഇത് ഇത്തരം ആഘോഷങ്ങൾ ഒരാചാരം പോലെ, നമ്മൾ തെയ്യം തിറ എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരം സാഹിത്യോത്സവങ്ങൾ തുടർച്ചയായി സംഭവിക്കുമോ, അതോ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഭാവി? ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇപ്പോഴും കാണുന്നത്. പക്ഷേ ആചാരങ്ങൾ എന്ന് പറയുന്നത് പോലെ ആചാരങ്ങൾക്ക് അതിൻ്റെതായ ഒരു കെട്ടിപ്പൊട്ടി പോകുന്ന ഒരു എന്ന് പറയുന്നത് അതൊരു കൂടായി പോവുകയും അതിനകത്തേക്ക് ശുദ്ധമായി വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിനെ നമ്മൾ തടയണം. അതിനകത്ത് ശുദ്ധമായി വരാൻ സ്വാതന്ത്ര്യത്തിൻ്റെ വായു കടന്നു വരാനുള്ള ഒരു സംവേദനക്ഷമത ഇതിനകത്ത് ഉണ്ടാവണം. കേരളത്തിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഞാൻ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദോഷവും ഗുണമാണ്. ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ
അപ്പോൾ നമ്മൾ വായനയെയും ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം നമ്മൾ പറഞ്ഞ പുസ്തകങ്ങളെ നിരോധിക്കുകയോ ചെയ്യുന്ന ഭരണാധികാരി വർഗത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അധികാരി വർഗത്തിൻ്റെ ഭാഗമായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംസാരിക്കാൻ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു സാധ്യതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മുന്നിലെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അവർ കരുതുന്നു. അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നു. അത് ഒരു വലിയ പുസ്തകോത്സവം നടത്തും. അതെ. അപ്പോൾ ഒരു വലിയ സാഹിത്യകാരനുമായിട്ട് അവർ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവരൊരു തയ്യാറെടുപ്പ് നടക്കുന്നു. ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നു. അതിനൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ഓഡിയൻസിന്. നമുക്ക് എന്തും ചോദിക്കാം, നിങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടാനുള്ള ഒരു സ്ഥലം കൂടിയായിട്ട് അത് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ അതിനെ ഒരു പോസിറ്റീവായി കാണേണ്ടതുണ്ട്. പക്ഷേ അടഞ്ഞ ഇടങ്ങളായിട്ട് ഒരു പക്ഷേ മൗലികവാദികൾ, ഫണ്ടമെന്റലിസ്റ്റുകളൊക്കെ ഇതിനെ ഒരു ക്രൗഡ് പുള്ളിങ് ഇവൻ്റായി മാറ്റുകയും ആ രീതിയിൽ അതിനെ ചുരുക്കി കാണുകയും ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്ന ആ യൂസ്ലെസ്നെസ്സിനെ കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് വെറും ഒരു ആചാരം മാത്രമാണ്. അവരവിടെ കൺവേ ചെയ്യുന്നില്ല. കമ്മ്യൂണിക്കേഷൻ പോസിബിളായ, സംവേദനം പോസിബിളായ സ്ഥലത്ത് അതെന്ത് തന്നെയായാലും അത് ജനാധിപത്യമാണ്, അത് തുടർച്ചയാണ്. ഒരുപാട് വായനക്കാരെ ഒരുപാട് എഴുത്തുകാരെ നേരിട്ടെടുത്ത് കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ വായനക്കാരെയും അങ്ങനെ പുസ്തക ഭ്രാന്തുള്ള, അല്ലേ, നമ്മൾ ഭ്രാന്ത് എന്ന വാക്ക് പുസ്തകത്തോട് ചേർത്ത് വെക്കാറുണ്ട്. അങ്ങനെ പുസ്തക ഭ്രാന്തുള്ള ഒരാളെ കണ്ട് അത്ഭുതപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകാം. അങ്ങനെ ഓർത്തെടുത്താൽ ഇങ്ങനെയും വിസ്മയപ്പെട്ടു പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പല രീതിയിലുണ്ട്. അതിൽ പ്രശസ്തരുണ്ട്, അപ്രശസ്തരുണ്ട്. ഒരുപക്ഷെ സാധ്യമായ എല്ലാ കടവും എടുത്തിട്ട് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വാങ്ങിച്ചു പോയിട്ടുന്ന ഭ്രാന്തന്മാരെ ഞാൻ കണ്ടു. അത്ഭുതപ്പെടുകയും ചിലപ്പോഴൊക്കെ അവരോട് ദേഷ്യം തോന്നി. കാരണം കുടുംബത്തെ നോക്കാതെയാണ് അവർ ഈ പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് കണ്ടിട്ട്. ആ കുടുംബം അപ്രതീക്ഷിതമായി അവരുടെ മരണം സംഭവിക്കുമ്പോൾ ആ കുടുംബം ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ ക്ലേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണമുള്ള വായനക്കാർ ഇതുപോലെ തന്നെ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഭ്രാന്ത് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. വളരെ യാദൃശ്യമായിട്ടൊരു സംഭവം ഞാൻ പറയാം. എനിക്ക് ആ പുസ്തകം ഞാൻ മറന്നുപോയി. അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു ഇക്കണോമിക്സ് പ്രൊഫസറായിരുന്നു പ്രൊഫസർ ജഗന്നാഥ പണിക്കർ. അദ്ദേഹം വലിയ പണക്കാരനാണ്, വലിയ വീടും വലിയൊരു ലൈബ്രറിയും ഒക്കെ പേഴ്സണലായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഞങ്ങൾ വളരെ സൗഹൃദമാണ്. അദ്ദേഹം പല പുസ്തകങ്ങളും, കൃഷ്ണനായർ സാർ ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചാൽ ആ പുസ്തകം എനിക്കും വേണമെന്ന് പറയും. പുസ്തകം ഏതാണെന്ന് അറിയണ്ട, സാറ് വാങ്ങിച്ച പുസ്തകം എനിക്കും വേണമെന്ന് പറയുന്നത് അങ്ങനെ അതൊരു വലിയ സന്തോഷമാണ് അദ്ദേഹം വായിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഏതൊരു പുസ്തകത്തെക്കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ആക്ച്വലി പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു മരണം ഉണ്ടാക്കുന്ന ദുഃഖത്തെക്കുറിച്ചാണ് ആ പുസ്തകം. ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ പുസ്തകം എനിക്ക് വേണം. നിർഭാഗ്യവശാൽ അതൊന്ന് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നില്ല, പിന്നീട് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കോപ്പി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ കൊടുക്കില്ല എന്ന് വാശി പിടിച്ചു. അങ്ങനെ കൊടുക്കില്ല എന്ന് വാശി പിടിച്ചപ്പോൾ അദ്ദേഹം അത് നിരന്തരം ചോദിക്കുകയും ഒഴിവാക്കാതിരിക്കും. യാദൃശ്യമായൊരു ദിവസം അദ്ദേഹത്തിൻ്റെ പത്നി മരിക്കുന്നു. അപ്പം ഞാൻ രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഞാനത് ചെല്ലുകയാണ്. അപ്പോൾ ഡെഡ് ബോഡി എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു, സുധീറെ ആ പുസ്തകം എനിക്ക് തരണം എന്ന് പറയാം. മരണത്തിൻ്റെ മുന്നിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവളെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനന്ന് ആദ്യം ചെയ്ത പണി ആ പുസ്തകം എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇങ്ങനെയും പുസ്തകങ്ങളോടുള്ള ആർത്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കഥ പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം എൻ്റെ കടയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ CPIയുടെ നേതാവും വലിയ വായനക്കാരനായ NE ബാലറാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വന്ന് വലിയ ആദരവോടെ നിന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഫ്രഞ്ച് തിയറി പുസ്തകത്തിൻ്റെ പേര് ബാലറാം പറയുകയാണ്. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, അയ്യോ അത് കിട്ടാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കിട്ടാനില്ല, ഇദ്ദേഹം എവിടുന്നോ ഡൽഹിയിൽ നിന്ന് സംഘടിപ്പിച്ചാണ്, എനിക്കൊന്ന് വായിക്കണമായിരുന്നു. അപ്പോൾ ഉടനടി ഞാൻ ഇവൻ്റെ കൊടുത്തയക്കാം എന്ന് പറയുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു കുറിപ്പ് ചിട്ട എഴുതി കൊടുത്തു, തിരിച്ചു കിട്ടൂല, കാരണം എനിക്കറിയാം അത്. അപ്പോൾ അദ്ദേഹം ബാലറാം എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിലും അദ്ദേഹം അത് വായിക്കട്ടെ എന്നാണ്. അപ്പം ഇത് വായനക്കാരുടെ മനസ്സുകൾ തമ്മിൽ പ്രവർത്തിച്ച ഒരു ലോകമുണ്ട്. അങ്ങനെ അപൂർവമായ പല വായനക്കാരുണ്ട്. യതി ഒരിക്കൽ എന്നെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. യതിയുമായിട്ടുള്ള ബന്ധം വന്ന് യതി വളരെയധികം പുസ്തകങ്ങൾ വാങ്ങുകയും പൈസ തരുകയൊക്കെ ചെയ്യുമ്പോൾ യാദൃശ്യമായി എവിടെയോ വെച്ച് കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ച് കടം വാങ്ങിപ്പോയി. യതി പിന്നെ കാണാനില്ല, മാസങ്ങളോളം കാണാനില്ല. ഞങ്ങളെ സംബന്ധിച്ചത് വലിയ ക്ലേശമാണ്, വലിയ പണമാണ്. 10-14,000 രൂപയുണ്ട് അന്നത്തെ കാലത്ത്. അതെ, അഡ്രസ്സ് ഇല്ല, അറിയില്ല, ഫോൺ നമ്പർ ഇല്ല, അതൊന്നും ഇല്ലല്ലോ, കോൺടാക്ട് ചെയ്യാനുള്ള പ്രതിസന്ധികൾ. ഇതാണ്, കിട്ടുന്നുമില്ല, അദ്ദേഹത്തെ കാണുന്നുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ദിവസം ഞാൻ നോക്കും, പത്രത്തിൽ യതിയുടെ ഭഗവത്ഗീത പ്രഭാഷണം രാജധാനി ഓഡിറ്റോറിയൽ നടക്കുന്നു. ഞാൻ വലിയ സന്തോഷത്തിൽ അവിടെ പോയി അദ്ദേഹത്തെ പിടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയാണ്. അതെ, ചോദിക്കണമല്ലോ, ചോദിക്കാനുള്ള അതുവരെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മുന്നിൽ കാണുമ്പോൾ അതിനൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അപ്പോൾ സ്റ്റേജിലേക്ക് തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ ചോദിക്കാൻ വയ്യ, കണ്ടു. പക്ഷേ വേറെന്തെല്ലോ കാര്യം പറഞ്ഞിട്ട് ഞാൻ മടങ്ങുകയും ചെയ്തു. അവിടെ തന്നെ ഇരുന്നു, ഇദ്ദേഹം ഒന്നും ഓർത്തുമില്ല. പക്ഷേ ഭഗവത്ഗീത വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ യതി ഇങ്ങനെ ഏതോ ഒരു ശ്ലോകം പറഞ്ഞതിന് ശേഷം പറഞ്ഞു,
നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നേർവഴിയല്ലാതെ ഊടുവഴികൾ തേടും. സാഹചര്യം നമ്മളതിന് നിർബന്ധിതമാക്കും. അങ്ങനെ നിർബന്ധിതമാക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പലതും നമ്മൾ കടന്നു പോകും. അതിലൊന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി ഞാൻ തിരുവനന്തപുരത്ത് വന്നാൽ MG റോഡിലൂടെ യാത്ര ചെയ്യാറില്ല. ഞാൻ ഊടുവഴി തേടി സൈഡ് റോഡിലൂടെ കടന്നു പോകും. അതിൻ്റെ കാരണം എന്നെ ദരിദ്രനാക്കുന്ന ഒരു ബുക്ക് സെല്ലർ അവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം അദ്ദേഹം ഓർമ്മിക്കുന്നല്ലോ. ഇത് ഇങ്ങനെ ജീവിതത്തെ വളരെയധികം ക്ലേശപൂർണമായ രീതിയിൽ നമ്മൾ ദുരിതത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുസ്തകങ്ങളിലേക്ക് ചെല്ലുകയും അത് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തുണ്ടല്ലോ. അങ്ങനെ വളരെ അപൂർവമായ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വിറ്റ ഒരു സ്ഥലമാണ് മലയാളം പുസ്തകങ്ങൾ. ഇന്നിപ്പോൾ പെൻഗ്വിൻ ഇപ്പോൾ നേരത്തെ ആ കാലത്ത് ഒരുപക്ഷെ യുവാവായിരുന്ന കാലത്ത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരു കുതിച്ച് ചാട്ടമുണ്ടായി. ഇന്നിപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഒരുപാട്, മലയാളത്തിൽ നിന്ന് എത്രയോ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പോകുന്നു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താണ് അതൊക്കെ ഫീൽ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഭാഷയിൽ നിന്ന് ലോകത്തിലേക്ക് ആ നിലയിൽ തന്നെ അത് വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് ഈ ഭാഷാ ട്രാൻസ്ലേഷനിലൂടെയൊക്കെ. പരിഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിഭാഷയിലൂടെ നമ്മൾ ലോകത്തെ അറിയുന്നത്. നമ്മളിപ്പോൾ എല്ലാ സാഹിത്യവും അറിഞ്ഞിട്ടുള്ള പരിഭാഷ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പരിഭാഷ. വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭാഷകളിലെ വിവിധ സംസ്കാരത്തിലുള്ള മനുഷ്യവംശം എന്ന രീതിയിൽ ഒന്നാവുന്നത് പരിഭാഷയിലൂടെ, അതിലൊന്നും സംശയമില്ല. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ പുതിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ആഗോളീവൽക്കരണത്തോടുകൂടി വന്ന പുതിയ ഒരു വിപണിയുടെ സാധ്യതയുടെ ഒരു വശം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുന്ന പുസ്തകങ്ങളും തന്നെ ഇന്ത്യയുടെ മാർക്കറ്റിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല വെക്കുന്നു. അത് കഴിയുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുതിയ ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രസാധകർ, ഇംഗ്ലീഷ് പ്രസാധകർ ഇന്ത്യയിൽ സ്വന്തം ഓഫീസ് തുടങ്ങുകയും അവരുടെ ഒരു വിപണന തന്ത്രമായിട്ടാണ് ഈ പരിഭാഷകൾ വരുന്നത്. അതിനപ്പുറത്തേക്ക് ലോക വായനയിലേക്ക് മറ്റു ഭാഷകളിലെ മറ്റു സംസ്കാരത്തിലെ വലിയ വായനക്കാരിലേക്ക് ഇവരെത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തുന്നില്ല. അതിനുള്ള ഒരു വലിയ കരുത്ത്, ഒരു ക്രിയേറ്റീവ് സർഗാത്മക കരുത്തുള്ള കൃതികൾ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായനയുടെ ലോകത്ത് പരിമിതമായ രീതിയിലെങ്കിലും കറങ്ങി നടക്കുന്ന ഒരാളെന്ന രീതിയിൽ അതില്ല എന്നാണ് ഉത്തരം. നമ്മുടെ പല കൃതികളും വലിയ വായനക്കാർ, ഇപ്പോൾ MT വാസുദേവൻ നായരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോകസാഹിത്യം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് ചേർന്ന് നിർത്താവുന്ന കൃതികൾ മലയാളത്തിലില്ല എന്ന് തുറന്നു പറയാൻ അദ്ദേഹത്തിന് മടിയില്ല. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. അത് ഭാഷയുടെ പ്രശ്നമോ പരിഭാഷയുടെ പ്രശ്നമൊന്നും അല്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭാഷയിൽ ഇന്ന് നോബൽ പ്രൈസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മലയാളം ആ നിലയിൽ വളർന്നിട്ടില്ല, സർഗാത്മകമായ, അത് ആക്ച്വലി മലയാളത്തിന്റെ പ്രതിസന്ധിയായിട്ടും കാണേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ സർഗാത്മക പ്രക്രിയ അത്രത്തോളം ഉണ്ടായിട്ടില്ല. അതൊരു പരിമിതിയല്ല, അതൊരു വന്നിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. അതിന് നമ്മൾ അംഗീകരിക്കുക എന്ന് മാത്രം. ഇന്ത്യൻ സാഹിത്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല. വളരെ അപൂർവമായി ടാഗോറിന് ശേഷം നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കുന്നു. എഴുത്തുകാരിപ്പോൾ പലപ്പോഴും ഇംഗ്ലീഷിലേക്ക് വരുന്നതോടുകൂടി അവർ ആഹ്ലാദിക്കട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ളൂ. അത് ഒരുപക്ഷെ മലയാളത്തിലേക്ക് ബംഗാളി കൃതികളും മറ്റ് ഭാഷകളിൽ നിന്ന് MTയുടെയും കാമ്പിശ്ശേരിയുടെയൊക്കെ കാലത്ത് പരിഭാഷകളിലൂടെ വന്ന ഒരു സാഹിത്യ ഊർജമുണ്ടല്ലോ, അതിപ്പോൾ സംഭവിക്കുന്നുമില്ല. അത്തരത്തിലുള്ളൊരു സംഭവം ഇംഗ്ലീഷിലേക്കും നമ്മുടെ കൃതികളിലൂടെ ഉണ്ടാവുന്നു. ഇത്രയും ലോക സഞ്ചാരം, വായനയിലൂടെ ലോക സഞ്ചാരം നടത്തിയ ഒരാൾ പുസ്തകം എഴുതുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ്? അത് അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ ആധികാരികമായ അറിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് പാഠമുണ്ടാവണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പാഠമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ശേഷിയോ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ആനുകാലികമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ആശയങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു വായനക്കാരൻ എന്ന രീതിയിൽ മറ്റു വായനക്കാരിലേക്ക് എത്താനുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ എഴുത്തിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. പുസ്തകം എന്ന് പറയുന്നത് എല്ലാവരും എഴുതേണ്ടതാണെന്നോ അല്ലെങ്കിൽ എപ്പോഴും എഴുതേണ്ടതാണെന്നോ കരുതുന്നില്ല. എന്തെങ്കിലും ഒരിക്കലും അത് വരുമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അതിനങ്ങനെ ഒരു പുസ്തകത്തെ ആഴത്തിൽ മനസ്സിലാക്കിയ, പുസ്തകത്തിൻ്റെ ഗൗരവത്തെ, പുസ്തകം എന്താണ് സമൂഹത്തിന് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാളെന്ന രീതിയിൽ പുസ്തകത്തെ ഞാൻ വളരെ ആദരവോടെ നോക്കി കാണണം. പുസ്തകത്തെ ബഹുമാനിക്കുന്നു എന്ന കാരണം കൊണ്ട് പുസ്തകം ഇല്ലാതായിപ്പോൾ ആ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് താങ്കൾ ഒരിടത്ത് എഴുതി കണ്ടിരുന്നു, ലോകത്ത് ഔദ്യോഗിക കണക്ക് പ്രകാരം 17 കോടിയോളം പുസ്തകങ്ങൾ. എനിക്ക് തോന്നുന്നത് അത് ആ കണക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദിനംപ്രതി മാറുന്നുണ്ടാവും. നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും പുസ്തകങ്ങളാൽ സമ്പന്നമായ നിറഞ്ഞു കിടക്കുന്ന ഒരു ലോകത്താണ്. ഈ ലോകത്ത് നിന്നുള്ള ഒരു വായനക്കാരൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ യുക്തികൾ എന്തായിരിക്കണം? വളരെ ക്ലേശമുള്ളൊരു കാര്യമാണ്. വളരെ ക്ലേശമുള്ളൊരു കാര്യമാണ്. ഈ ബാഹുല്യം നമ്മുടെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ കൂടെ തന്നെ ആ ലേഖനത്തിൽ ഞാൻ പറഞ്ഞൊരു കണക്കുണ്ട്. നമ്മളൊരു ശരാശരി വായനക്കാരൻ ഒരു ദിവസം ഒരു
എത്ര സമയം എത്ര പേജുകൾ വായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-60 പേജ് അല്ലെങ്കിൽ 50 പേജ് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 365 ദിവസം ഇൻറ്റു ഒരു ശരാശരി ആയുസ് 60 വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം വായിക്കാൻ പറ്റുന്നത് വളരെ പരിമിതമാണ്. ഒരു പക്ഷേ ഒരു 3000-4000 സാധാരണ നിലയിലുള്ള പുസ്തകങ്ങൾ മാത്രമേ വളരെ ഗൗരവമായിട്ട് വായിച്ചു തീർക്കാൻ കഴിയുള്ളൂ. അപൂർവം ചില വ്യക്തികൾ വളരെ വേഗത്തിൽ വായിക്കുന്നവരും വളരെ അതിനായിട്ട് അവർക്ക് കുറച്ചധികം കഴിയും. പക്ഷേ ഈ കോടാനുകോടിയിൽ നിന്ന് നമുക്ക് വളരെ വളരെ തുച്ഛമായതേ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അഭിരുചികളൊക്കെ അതിനകത്ത് വളരെ പ്രധാനമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ നിരൂപകർ അല്ലെങ്കിൽ പുസ്തകം പരിചയപ്പെടുത്തുന്ന മനുഷ്യരുടെയൊക്കെ കൃഷ്ണനായർ സാറ് ചെയ്തതെന്ന് പറഞ്ഞ സാഹിത്യ പാരബലം 36 കൊല്ലത്തിൽ മനുഷ്യരുടെ ലോകത്തിലെമ്പാടുമുള്ള ഏറ്റവും നല്ല കൃതികളെ അതിനകത്ത് ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വരുമെങ്കിൽ പോലും ഇത് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനുള്ള ഒരു ആർജവും തയ്യാറെടുപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ക്ലാസിക്കൽ ലിറ്ററേച്ചറും മോഡേൺ ലിറ്ററേച്ചറും വായിക്കുകയും അത് പറയുകയും അതൊരു വലിയ ദൗത്യമായിരുന്നു. അങ്ങനെ ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂയോർക്ക് റിവ്യൂ ബുക്സ് അല്ലെങ്കിൽ ലണ്ടൻ റിവ്യൂ ബുക്സ്, പാരീസ് റിവ്യൂ, ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ ഇന്നും വളരെ സജീവമായിട്ട് നിലനിൽക്കുകയും വാഷിങ്ടൺ പോസ്റ്റ് പൂട്ടാൻ്റെ അവസ്ഥയിലെത്തി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പോലും. ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലേഴ്സ് അതൊക്കെ 100-150 കൊല്ലമായിട്ടുള്ളതാണ്. ന്യൂയോർക്ക് റിവ്യൂ ബുക്സിനെ കുറിച്ച് വലിയ സിനിമ ഉണ്ടാകുന്നു, ഡോക്യുമെൻ്റ്, ഒരു റിവ്യൂ ബുക്സിൻ്റെ റിവ്യൂ എഴുതുന്ന ഒരു മാസികയാണ്, അതിനെക്കുറിച്ച് ഇതുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ അതൊരു വലിയ സാധ്യതയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ധാരാളിത്തം കൂടിയതോടുകൂടി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ആക്സസ് എന്ന് പറയും, ഇൻഫർമേഷനോടുള്ള ആക്സസ് കൂടുതലാണ്. നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരു എഴുത്തുകാരിൽ നിന്ന് മറ്റെഴുത്തുകാരിൽ നിന്ന്. നമ്മളൊക്കെ അന്ന് ചെയ്തിരുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഏത് പുസ്തകം പരാമർശിച്ചിട്ടുണ്ട്, ഏത് എഴുത്തുകാരനെ പറഞ്ഞില്ല, അയാളെ തേടി പോവുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ പുസ്തകം ആ രീതിയിലാണ് അങ്ങനെ വികസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കണ്ടെത്തലിനുള്ള പാഷൻ ഉണ്ടാവുക എന്നുള്ളത് കവിഞ്ഞത്ത് എളുപ്പ വഴികളൊന്നും അതിനകത്ത് കണ്ടെത്തി കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കുക. എന്നീ സുധീർ എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ദൈനംദിനത്തിനകത്തെ വായനയെ ക്രമീകരിക്കുന്നത്? അതിൻ്റെ ഒരു രീതി, അതിന് സമയം, അതിനോടുള്ള സമീപനം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റും? നമുക്കൊരു വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മൊബൈലൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബാധ്യതയാണ്. അപ്പോൾ ഒരു വായന രീതി എങ്ങനെയാണ്? ഇത് നിർഭാഗ്യവശാൽ എനിക്കങ്ങനെ ഒരു ക്രമീകരണമോ പ്രത്യേകിച്ചൊരു ചിട്ടയോ ഒന്നും ഉള്ള ആളല്ല ഞാൻ. പക്ഷേ ഇതിനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് കൊണ്ട് ഏത് സമയത്തും ആ സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ സമയം വന്നു കഴിഞ്ഞാൽ അവസരമാണെന്ന് കണ്ടെത്തിയാൽ വായനയിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോകത്തെ അറിയുക എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായിട്ട് ഞാൻ പുസ്തകത്തെ കാണുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫിക്ഷനിലെ പോലെ തന്നെ സാഹിത്യത്തെ പോലെ തന്നെ സാഹിത്യപരമായ വൈജ്ഞാനിക കൃതികളും ഒക്കെ വായിക്കുന്നതാണ്. ശാസ്ത്രം എനിക്കറിയില്ല, ചരിത്രം ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അത് അറിയേണ്ടതുണ്ട്. ഒരു സാംസ്കാരിക ജീവി എന്നുള്ള രീതിയിൽ നമ്മളിതൊക്കെ ആവും വിധം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നലോടുകൂടി ഇവയൊക്കെ കണ്ടെത്തും. പുസ്തകങ്ങളുടെ ആക്സസ് എനിക്ക് വളരെ എളുപ്പമാണ്, അതെന്നെ വളരെയധികം പ്രയോജനപ്പെടും. അതൊരു തരത്തിൽ ദോഷവുമാണ്, കാരണം ആധിക്യം കൂടുകയും ഓരോ ദിവസവും എനിക്ക് പലത് വരികയും എൻ്റെ ഇഷ്ടങ്ങളെ ആകെ കൂടി പ്രയാസത്തിലാക്കുകയും ചെയ്യും. ഇതിനകത്തൊരു പ്രത്യേക രസതന്ത്രമൊന്നുമില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ സമയം കണ്ടെത്തുന്നു, വായിക്കുന്നു. പരമാവധി മറ്റു കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കാതെ. ഇപ്പോഴും കൂടുതലും പുസ്തകങ്ങൾ അല്ലെ കടലാസുകളിൽ അച്ചടിച്ച പുസ്തകങ്ങളാണോ അതോ ഡിജിറ്റൽ സ്പേസിൽ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല, അങ്ങനെ ഒരു നിർബന്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനകത്തൊരു കാരണം, ഇതൊരു സാധ്യത. മനുഷ്യൻ കുറേ കാലം പുസ്തകങ്ങളോടൊപ്പം ജീവിച്ച ഒരാൾ, അതൊക്കെ ആയിക്കോട്ടെ, അതിനകത്ത് അപ്പുറത്തായിട്ട് മാറി വരുന്ന കാലത്ത്, ഇപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ ആ രീതിയിൽ വായനക്കാർ അവരുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും വന്നു ചേരുന്ന മനുഷ്യനാണ്. ഇന്നതല്ല. ഇന്ന് ഞാനും ജോബിഷൊക്കെ യാത്രകളിലാണ്, പലപ്പോഴും എല്ലാവരും യാത്രകൾ. അപ്പം നമ്മുടെ കൂടെ എൻ്റെ ലൈബ്രറി കൂടി ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ സാധ്യതയാണ് ഡിജിറ്റൽ പുസ്തകം. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ മൊബൈൽ ഫോണിലോ എൻ്റെ കിൻഡിൽ ആപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ എന്നോടൊപ്പം വരും എന്നുള്ളത് അതൊരു വലിയ സാധ്യതയാണ്. എന്ന് വിചാരിച്ച് പ്രിൻ്റഡ് പുസ്തകം തരുന്ന അനുഭൂതി അത് ശീലിച്ച ഒരാളെന്ന രീതിയിൽ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞാൻ പുസ്തകത്തിൻ്റെ ആ ഉള്ളടക്കം എന്നിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്നത് പ്രിൻ്റഡ് പുസ്തകമാണോ ഡിജിറ്റൽ പുസ്തകമാണോ എന്നുള്ള ചിന്ത എന്നിൽ നിന്ന് അവസാനിക്കും. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് അതിൻ്റെ അകത്തെ ഉള്ളടക്കമാണ്, അല്ലെങ്കിൽ ആ കൃതിയുടെ മൂല്യമാണ്, മൗലികതയാണ്. അവിടെ അത് പ്രശ്നമുണ്ടാവും. പുസ്തകങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു യാത്രികനും കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് പുസ്തകം വാങ്ങിക്കാനുള്ള, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇപ്പം നോക്കിയാൽ അവിടെ നിന്ന് ആദ്യം അപ്രത്യക്ഷമായ ഒരു കാര്യം, എല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവിടെ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് പുസ്തകങ്ങളുടെ ഒരിടമാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ഒരിക്കൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് ട്രെയിൻ ഉപയോഗിച്ചാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ട്രെയിനുകളുടെ എണ്ണം, റെയിൽവേ സ്റ്റേഷൻ ആളുകളുടെ ബാഹല്യം, അവരവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സമയമൊക്കെ ഉണ്ട്.
അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടമായിരുന്ന ഒരിടമായിരുന്നു അവിടുത്തെ പുസ്തകക്കടകൾ. ഒരുപക്ഷെ MTO മറ്റവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവരെല്ലാം പുസ്തകങ്ങൾ തേടി ഹിഗിൻ ബോതംസിൻ്റെയൊക്കെ പഴയ കടകളിലേക്ക് പോയ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകക്കടകളിൽ അന്വേഷിച്ച് പോയൊരു ജീവിതമുണ്ട് അവർക്ക്. അതിൽ നിന്നാണ് അവർ പുസ്തകങ്ങളെയും ലോകത്തെയും കണ്ടത്. ഇന്ന് അതിനുള്ള സാധ്യത പരിപൂർണമായിട്ടും കേരളത്തിൽ എന്തായാലും ഇല്ല, ഇന്ത്യയിൽ പലയിടത്തും ഇല്ലാതായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ഗൂഢതന്ത്രമുണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അത് ബോധപൂർവമായ ഒരു ഇടപെടലിൻ്റെ, ഒരു പക്ഷേ ഇന്ത്യയിലെ പുതിയ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സ്വതന്ത്രമായ വായന തീർച്ചയായിട്ടും സ്വതന്ത്ര ചിന്തയിലേക്കും പുരോഗമന ആശയങ്ങളിലേക്ക് എത്തിക്കും. അതിവിടെ സാധ്യമാവരുത് എന്ന് പറയുന്ന ഒരു നിർബന്ധത്തിൻ്റെ വഴക്കമാണ്. അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നെഹ്റുവിനെ പോലെ ഒരാൾ ഭരിച്ച ഇന്ത്യയാണ്. ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയ ഇത്രയും സജീവമായി നിലനിർത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഏറ്റവും ജീവവായു പോലെ പ്രധാനപ്പെട്ടതായിരുന്നു പുസ്തകം. സെൻസർഷിപ്പിനെ കുറിച്ച് വേദനിച്ചിട്ടുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നപ്പോഴും അത് പലപ്പോഴും ലോലിതയുടെ നബോക്കോവിൻ്റെ ലോലിത പരിഭാഷ ഇന്ത്യയിൽ വന്നപ്പോൾ അത് ഇറക്കുമതി തടയാൻ വേണ്ടിയിട്ട് മൊറാർജി ദേശായിക്ക് ശ്രമിച്ചപ്പോൾ ആരോ അത് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നെഹ്റു പറഞ്ഞത് ഞാനത് വായിച്ചു നോക്കട്ടെ എന്നാണ്. വായിച്ചു നോക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പറയുന്ന അശ്ലീലം അതിലില്ല, അത് വായിക്കട്ടെ. ഇങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ കൾച്ചർ, ഒരു ഡെമോക്രാറ്റിക് കൾച്ചറുള്ള രാഷ്ട്രീയ നേതൃത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ നേതൃത്വം, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ പുസ്തകങ്ങൾ വായിക്കേണ്ടതെന്ന്, സംസ്കാരത്തിലൂടെയാണ് മനുഷ്യൻ വളരേണ്ടതെന്നും പൗരനുണ്ടാവേണ്ടതെന്നും. അപ്പോൾ പൗരനാണോ ഉണ്ടാവേണ്ടത്, പ്രജയാണോ ഉണ്ടാവേണ്ടതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ പുതിയ മാറ്റത്തെ നമ്മൾ കാണേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും നമ്മൾ ഇത് ആരംഭിച്ചത് ഒരു പ്രതിപക്ഷ നേതാവ് പുസ്തകവും എടുത്ത് പാർലമെൻറ്റിലേക്ക് വന്നതാണ്. തീർച്ചയായും പുസ്തകങ്ങൾക്ക് ഒരു പ്രതിപക്ഷ ജീവിതത്തിൻ്റെ അല്ലേ ഒരു സ്വഭാവമുണ്ട് എന്ന് കരുതാം അല്ലേ? പുസ്തകം അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യലാണ്. ഒരു ഇൻ്റലക്ച്വൽ പോസിബിലിറ്റിയാണ് അവിടെയുള്ളത്. എന്താണ് ഇൻ്റലക്ച്വൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ആശയങ്ങളെ, നിലവിലുള്ള ആശയങ്ങളെ ചോദ്യം ചെയ്യുകയും പുതിയ ആശയങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആരാണോ അയാളാണ് ഇൻ്റലക്ച്വൽ. ബൗദ്ധികമായിട്ട് അതാണ് ചെയ്യേണ്ടത്. അതിനുള്ള ഏറ്റവും വലിയ പ്രക്രിയ എന്നുള്ള രീതിയിലാണ് വായനയെ കാണുന്നത്. അതിനുള്ള ഏറ്റവും സമഗ്രമായ സമ്പൂർണ്ണമായ ഉപകരണമാണ് പുസ്തകം. അപ്പോൾ ചോദ്യം ചെയ്യുക, വിമർശിക്കുക, പുതിയത് കണ്ടെത്തുക, ഇതിനുള്ള തയ്യാറെടുപ്പാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. അതിനെ വെറുക്കുന്നവർ, അതിനെ ഇഷ്ടപ്പെടാത്തവരാണ് പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോവുക. അങ്ങനൊരു സംസ്കാരം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ കാലത്തുള്ളൊരു പുതിയ പ്രതിസന്ധി ഞാൻ കാണുന്നുണ്ട്. പുതിയ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി എന്താണ് ഈ പുസ്തകങ്ങൾക്ക്, സർഗാത്മകതയ്ക്ക് സംഭവിക്കുക? ഭാഷയാണ് നമ്മുടെ ഒരു വിശേഷ ജീവിയാക്കി മാറ്റിയത് ഭാഷയാണെന്ന് നമുക്കറിയാം. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് മനുഷ്യന് മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ജീവിയിലേക്ക് ഭാഷ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഭാഷയും ഇമാജിനേഷനും ആ സൃഷ്ടിക്ക്, ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധിക്ക് കിട്ടുമോ എന്ന് വലിയ ചോദ്യം ലോകത്തിനുണ്ട്. അങ്ങനെ കിട്ടിയാൽ എന്തായിരിക്കും ഇതിനൊക്കെ സംഭവിക്കുക എന്നല്ല ഒരു വെല്ലുവിളി മനുഷ്യവംശത്തിൻ്റെ മുന്നിൽ. അവസാനമായിട്ടൊരു ചോദ്യം. നമ്മൾ ഏഷ്യയിൽ ആദ്യമായി നടക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റാണ്. ഇനി ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക് കൂടി നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് മാറുകയാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? ഈ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അവിടെ ഏതെങ്കിലും തരത്തിൽ പരിമിതപ്പെടുത്തുന്നില്ല. പരിമിതപ്പെടുത്തിയ ഒരു ഓഡിയൻസിലേക്കല്ല നിങ്ങളെത്തുന്നത്. ഈ ഭൂമിയിലെ വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ഇത് അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പുസ്തകങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം അതുതന്നെയാണ്. 2-ാം നൂറ്റാണ്ടിലെ മാർക്കസ് ഔറീലിയാസിൻ്റെ മെഡിറ്റേഷൻസ് ഞാൻ വായിച്ച് ആഹ്ലാദിക്കുമ്പോൾ അതുണ്ടാക്കുന്നൊരു വലിയ കാര്യം. അതുപോലെ ഇന്നിപ്പോൾ ഈ ഡിജിറ്റൽ ലിറ്റ് ഫെസ്റ്റിലൂടെ ഉണ്ടാകുന്ന കണ്ടൻറ്റ് നാളെ ഏതോ നൂറ്റാണ്ടിലെ മനുഷ്യൻ ഉപയോഗിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ സാധ്യതയാണ്. അതൊരു സ്ഥലത്തോ ഒരു പ്രത്യേക കാലത്തിലോ സംസ്കാരത്തെയോ സാഹിത്യത്തെയോ അല്ലെങ്കിൽ വിജ്ഞാനത്തെയോ പരിമിതപ്പെടുത്താതെ പോകുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനം. അത് ഏറ്റവും പുതിയ ദൗത്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. തീർച്ചയായും നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. പല കാലങ്ങളിലൂടെ പല ദേശങ്ങളിലൂടെ കടന്നു പോകാൻ ഈ സംഭാഷണങ്ങളൊക്കെ സഹായിക്കും എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായും അടങ്ങിയിരുന്നവരല്ല, ചോദ്യം ചെയ്തവരാണ്, നവീകരിച്ചവരാണ് ആ പുസ്തക വായനയിലൂടെ ഈ ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി തീർത്തത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നതിന് വലിയ സന്തോഷം.